ഇതൊക്കെ അറിയുന്ന ആളായിരിക്കോ അതോ ബന്ധുവോ? അമ്മയെ കൊണ്ടൊന്ന് അന്വേഷിപ്പിക്കണമല്ലോ. ഇതൊന്ന് അന്വേഷിപ്പിച്ചേ പറ്റൂ. എന്താ നീ എന്നെ നോക്കുന്നേ? ഇത് ഒരു പരിചയമില്ലാത്ത ഒരാളെ നോക്കുന്നവരാണല്ലോ. സാറേ, കുറച്ചു നേരമായിട്ട് ഞാനിവിടെ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. ഈ നാഗദൈവങ്ങളുള്ള സ്ഥലത്തേക്ക് ചെന്നാലേ ഇവളുടെ മുഖം ഇങ്ങനെ തന്നെയല്ലേ ഇരിക്കുക? സാറ് കണ്ടിട്ടില്ലേ, നമ്മുടെ നാഗക്ഷേത്രത്തിലേക്ക് പോകുമ്പോ പെട്ടെന്ന് ഇവളുടെ ഭാവം മാറുന്നതും കണ്ണുകൾ തുറന്നു പിടിച്ചുള്ള നടപ്പൊക്കെ. പറഞ്ഞു നീ എന്റെ മോളെ നാഗത്താനാക്കിക്കോ. ഒന്നും മിണ്ടായിരിക്കും മോളിക്കുട്ടി. മോളെ മോള് വാ. നാഗത്തമാരെ, ഞാനിവിടെ വന്നപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് അറിയില്ല. ഗാദിയുടെ ജീവിതത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആരും ഒന്നും തിരിച്ചറിയാതെ അച്ഛനോടൊപ്പം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ പറ്റണേ ഞങ്ങൾക്ക്. മോളെ, ദൈവം വലിയവനാ മോളെ. വിഷുവിന്റെ പൂജാ ചടങ്ങുകളെപ്പറ്റി പൂജാരി പറഞ്ഞ സമയം മുതൽ മുത്തശ്ശിയും അച്ഛനും എങ്ങനെ നിന്നെ കണ്ടെത്താമെന്ന് ആലോചിക്കായിരുന്നു. ഒരു മാർഗവും ഇല്ലാതെ നിരാശയിലെത്തിയപ്പോ ദൈവമായിട്ടാ നിന്നെ ഇവിടെ എത്തിച്ചത്. മുത്തശ്ശി, ഭാഗ്യം പോലെ ചടങ്ങുകളൊക്കെ മോള് തുടങ്ങി വെച്ചില്ലേ? ഇനി കണിയൊരുക്കലും കണി കാണലും കൈനീട്ടവും ഒക്കെ കഴിഞ്ഞിട്ടേ മോള് പോകാൻ പാടുള്ളൂ. അയ്യോ മുത്തശ്ശി, എന്തൊക്കെയാ പറയുന്നേ? അച്ഛന്റെ നിർബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്തതുകൊണ്ടാ എനിക്കിങ്ങോട്ട് വരേണ്ടി വന്നത്. അല്ലാതെ എന്റെ ഇഷ്ടത്തോടെ വന്നു കയറിയതല്ല. നമ്മുടെ ഇഷ്ടങ്ങൾക്കൊന്നും അത്ര പ്രാധാന്യം ഇല്ല കുട്ടി. ഈശ്വരൻ വരയ്ക്കുന്ന വരയിലൂടെ ചവിട്ടി ചവിട്ടി നടക്കുന്നവരാ നമ്മള്. മോളൊന്ന് ആലോചിച്ചു നോക്കിയേ. മോളുടെ അച്ഛൻ നവീന് പ്രോപ്പർട്ടി വിൽക്കുന്നത് എങ്ങനെയാ? ഇന്ന് ഈ ചടങ്ങ് നടക്കുന്ന ദിവസം രജിസ്ട്രേഷൻ ഇവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാ? എല്ലാത്തിനും ഒരു ബന്ധമുണ്ട് കുട്ടി. മോൾ ഈ ചടങ്ങുകളിൽ എല്ലാത്തിനും പങ്കെടുത്തിട്ടേ പോകാവൂ. മുത്തശ്ശി, എന്നെ നിർബന്ധിക്കരുത്. അച്ഛൻ പോകുമ്പോ എനിക്ക് പോയേ പറ്റൂ. കളരിക്കൽ കുടുംബത്തിനും നവീനും വേണ്ടിയുള്ള പ്രാർത്ഥന എപ്പോഴും എന്റെ മനസ്സിലുണ്ട് മുത്തശ്ശി. അതിനു വേണ്ടിയുള്ള പൂജകളും വ്രതങ്ങളും ഒക്കെ ഞാൻ നോക്കുന്നുണ്ട്. ഞാൻ മരിക്കും വരെ അത് മുടങ്ങാതെ ഞാൻ ചെയ്തോണ്ടിരിക്കും. മോളിക്കുട്ടി, എവിടെ ചടങ്ങ് നടക്കുന്നേ? അവിടെയാ സാർ. ഇനി ഗാഥ പോയിക്കോ. കൃഷ്ണ ഇവിടെ ഉണ്ട്. അവളോട് പോവാൻ പറ. അവള് പോയിട്ട് സാറിന്റെ കൂടെ ഗാഥ നാട്ടിലേക്ക് തിരിച്ചു പോവോ? അനുസരിക്കാൻ പറ്റെങ്കിൽ അനുസരിക്കും, അല്ലെങ്കിലേ എല്ലാം ഒന്നിച്ച് അവസാനിക്കും. ശരി, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കോളണം. മുത്തശ്ശിയും സാറും ഗാഥയെ കാണരുത്. പോ. മുത്തശ്ശി പോയിക്കോളൂ, ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോയിക്കോട്ടെ. ശരി മോളെ.
ദൈവമേ, ക്ഷമിക്കണേ. കൃഷ്ണമോളോട് കൃഷ്ണേ, നമുക്ക് പോവാം മോളെ. ആ പോവാം. നവീനെ വരുന്നില്ലേ? ഞാൻ ദേ ഇപ്പോ വരാം. സാർ ചെല്ലേ. ആ വാ മോളെ. ഇപ്പം എൻ്റെ മുന്നിൽ നിന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഗാഥയാണ്. എപ്പോഴും ഈ അവസ്ഥയിൽ തന്നെ എൻ്റെ ഗാഥ എനിക്ക് കാണാൻ കഴിയണം. ഇപ്പം അയാളുടെ മനസ്സിലുള്ള സ്നേഹം, അയാളുടെ മനസ്സിലുള്ള സന്തോഷം, അതൊന്നും നിലനിർത്തി തരണം. അച്ഛാ, ആ നമുക്കേ പെട്ടെന്ന് ഇവിടുന്ന് പോവാം. അത് വേറൊന്നുമല്ല, അത് പിന്നെ അവർക്ക് വിഷുവിൻ്റെതായ ഒരുക്കങ്ങളൊക്കെ കാണില്ലേ, അത് അവരുടെ കുടുംബത്തിന്റെ സ്വകാര്യതയല്ലേ. അയ്യോ മോളെ, അവരുടെ സ്വകാര്യതയിലേക്ക് നമ്മൾ എടുത്തു ചാടിയതൊന്നുമല്ലല്ലോ. ഇന്ന് തന്നെ രജിസ്ട്രേഷൻ വേണമെന്ന് നവീൻ നിർബന്ധിച്ചിട്ടല്ലേ, അല്ലാതെ ഇതിൽ അച്ഛന്റെ പങ്കെത്താ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആ, രജിസ്ട്രേഷന്റെ ആദ്യ ഘട്ടം കഴിഞ്ഞു, ഞാൻ ഒപ്പിട്ടു. ഇനി നവീൻ ഒപ്പിടണം, ബാക്കി തുകയുടെ ചെക്ക് വാങ്ങിക്കണം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് ഇറങ്ങാം. മോക്കൊരു കുറ്റബോധവും വേണ്ട, അവർക്കൊരു അസ്വസ്ഥതയും വേണ്ട. നിന്റെ കൂട്ടുകാരി നിഷ്കളങ്കയാണെന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് നവീന്റെ കണ്ണിലേക്ക് നോക്കി അവള് നിൽക്കുന്ന നിപ്പ് നീ കണ്ടില്ലേ? എന്നിട്ട് അവള് ത്യാഗത്തിന്റെ കഥ പറയുന്നു. കള്ളി അവള്, പെരും കള്ളി. അവരെ ഒന്ന് കണ്ണി നോക്കിയാലേ കണക്കായിപ്പോയി. വേറെ ആരുമല്ലല്ലോ, ഭാര്യയും ഭർത്താവല്ലേ. ഇത് തന്നെയടി ഞാൻ പറഞ്ഞേ, നീ അവളൊക്കെ കൂടി കരുത്തി കൂട്ടി വന്നിരിക്കുകയാണെന്ന്. ഇതെന്താ ഇത്? എവിടുന്ന് വന്ന ഒരാളോട് ഗാഥ എന്തിനാ ഇത്ര അടുപ്പം കാണിക്കുന്നേ? ഇവൾക്ക് അറിയുന്ന ആളായിരിക്കോ അതോ ബന്ധുവോ? അമ്മയെ കൊണ്ടൊന്ന് അന്വേഷിപ്പിക്കണമല്ലോ. ഇതൊന്ന് അന്വേഷിപ്പിച്ചേ പറ്റൂ.